നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഷ്യ ഉക്രൈനു നേരെ നടത്തിയ പ്രത്യാക്രമണം നാറ്റോ രാജ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അമേരിക്കയുടെ പിൻബലത്തോടെ റഷ്യയിലേക്ക് കുതിക്കാൻ ശ്രമിക്കുന്നവരെ തള്ളി താഴെയിടാൻ തക്ക ആൾബലവും കരുത്തും പുടിന്റെ റഷ്യയ്ക്കുണ്ടെന്ന പ്രഖ്യാപനമായിരുന്നു അത്. കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. US ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ ഉക്രൈൻ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈനിലേക്ക് വർഷിച്ചിരിക്കുകയാണ് റഷ്യ. രാജ്യത്തിന്റെ ആണവ നയം തിരുത്തിയതിന് ദിവസങ്ങൾക്കു ശേഷം കൂടിയാണ് ഈ ആക്രമണം നടന്നത്. ഇതോടെ ലോകരാജ്യങ്ങൾ കിടുകിട വിറയ്ക്കുന്നു. 5500 കിലോമീറ്റർ വരെ പോയി ആക്രമണം നടത്താവുന്ന മിസൈലുകളാണിവ. കൂടാതെ ആണവായുധങ്ങളും സ്റ്റോർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. റഷ്യയിലെ ആസ്ത്രഖാൻ പ്രദേശത്ത് നിന്ന് 1000 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മിസൈൽ വന്നു പതിച്ചിട്ടുള്ളത്. കൂടാതെ ഉക്രൈനിലെ ഡിൻപ്രോ പ്രദേശത്ത് മൾട്ടിപ്പിൾ ഇൻഡിസ്പെൻഡലി ടാർഗറ്റബിൾ റീ എൻട്രി സംവിധാനമുള്ള മിസൈലുകളും റഷ്യ വർഷിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ മിസൈലുകൾ റഷ്യയിൽ വർഷിക്കുന്നതിൽ ഒരു മുന്നറിയിപ്പായാണ് റഷ്യ ഉക്രൈൻ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉക്രൈനെയും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെയും ഭയപ്പെടുത്തിയ ആക്രമണം സ്ഥിരീകരിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വെള്ളിടി വെട്ടിയിരിക്കുകയാണ്. റഷ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്താൻ അമേരിക്കയും ബ്രിട്ടനും വിതരണം ചെയ്ത ദീർഘദൂര മിസൈൽ പ്രയോഗത്തിനു ശേഷം റഷ്യ ഒരു പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനെ ആക്രമിച്ചതായാണ് പുടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു പുതിയ റഷ്യൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉക്രൈനെ റഷ്യ ആക്രമിച്ചതെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതിന് പിന്നാലെയാണ് റഷ്യയുടെ ഈ തിരിച്ചടി. വലിയ വിസ്ഫോടനം നടന്നുവെന്ന് പറയപ്പെടുമ്പോഴും എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഉക്രൈന്റെ കിഴക്കൻ നഗരമായ ഡിനിപ്രോയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഉക്രൈൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിൽ യുക്രൈന്റെ തന്ത്രപ്രധാനമായ സൈനിക വ്യാവസായിക സൈറ്റായ ഡിനിപ്രോട്ടോവിസ്കിയിൽ വൻ നാശനഷ്ടം ഉണ്ടായതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിക്ക് ശേഷം ആരംഭിച്ച് 3 മണിക്കൂറോളം നീണ്ടുനിന്ന സ്ഫോടന പരമ്പരയിൽ ഡിനിപ്രോ നഗരം നടുങ്ങിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാതടിപ്പിക്കുന്ന ശബ്ദമാണ് നഗരത്തിലെങ്ങും അലയടിച്ചത്. ഈ യുദ്ധത്തിൽ റഷ്യ ആദ്യമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടെന്ന ഉക്രൈൻ ആരോപണത്തിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 6000 മൈൽ വരെ ദൂരപരിധിയുള്ളതും ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്നതുമായ മിസൈൽ കാസ്പിയൻ കടലിന് സമീപമുള്ള ആസ്ട്രഖാനിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ BBC ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നു. നഗരമധ്യത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു വലിയ വ്യവസായ സമുച്ചയത്തിന്റെ പ്രദേശത്ത് 4 സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. ആണവായുധം വഹിക്കാനാകുന്ന മിസൈലിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതായാണ് നാറ്റോ സൈനിക നേതൃത്വം പറയുന്നത്. അവരെല്ലാവരും ഇത് റഷ്യയുടെ ഒരു റിഹേഴ്സൽ വർക്ക് മാത്രമായിട്ടാണ് നോക്കിക്കാണുന്നത്. ആണവ ഇതര ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ആക്രമിച്ചതെങ്കിലും ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ അമേരിക്കൻ ചേരിക്ക് റഷ്യ നൽകിയിരിക്കുന്നത്. റഷ്യയുടെ ഈ നടപടി സംഘർഷത്തിന്റെ ഗതി മാറ്റുമോ എന്ന ആശങ്കയിലാണ് ലോകം. നേരത്തെ US നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈൻ റഷ്യയിൽ പ്രയോഗിച്ചതോടെ തങ്ങളുടെ ആണവ നയം തിരുത്താൻ റഷ്യ നിർബന്ധിതരായിരുന്നു. ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രമേ തങ്ങളും ആണവായുധം എടുക്കൂ എന്നതായിരുന്നു റഷ്യയുടെ മുൻ കാലഘട്ടത്തിലെ നയം. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെയുണ്ടാകുന്ന ഏത് ആക്രമണത്തിനും പകരമായി ആണവായുധം പ്രയോഗിക്കാമെന്ന തീരുമാനത്തിലേക്കാണ് റഷ്യ ചെന്നെത്തിയത്. ഇതോടെ ആണവശക്തിയില്ലാത്ത രാജ്യത്തിന്റെ നേരെയും ആണവായുധം പ്രയോഗിക്കാമെന്ന നയത്തിലേക്ക് റഷ്യ എത്തിത്തുടങ്ങി. റഷ്യയുടെ നയമാറ്റത്തിന് ശേഷം ഉക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ മിസൈലുകൾ പ്രയോഗിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ ഉക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് തൊടുത്തുവിട്ടിരുന്നു. ഇതിനെല്ലാം മറുപടിയായാണ് റഷ്യയുടെ ഈ ആക്രമണമെന്നാണ് വിവരം. പാശ്ചാത്യ ശക്തികൾ വിതരണം ചെയ്ത മിസൈലുകൾ ഉപയോഗിച്ച് നിലവിലെ റഷ്യൻ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്നും പുടിൻ തുറന്നടിച്ചിട്ടുണ്ട്. റഷ്യൻ സൈന്യം എല്ലായിടത്തും മുന്നേറി വരികയാണ്. റഷ്യയുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ച ശേഷമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂവെന്നും റഷ്യൻ പ്രസിഡന്റ് രാജ്യത്തോട് നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ സേന പ്രയോഗിച്ചതിന് ആദ്യ തിരിച്ചടിയായാണ് റഷ്യയുടെ ഈ ആക്രമണം. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇതാദ്യമായിട്ടാണ് റഷ്യ ഇത്രയും ശക്തമായ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യ വൻ ആക്രമണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ നിലവിൽ അമേരിക്കയുടെയും അവരുടെ പല സഖ്യകക്ഷികളുടെയും ഉക്രൈനിലെ എംബസികൾ അടച്ചുപൂട്ടിയുള്ള അവസ്ഥയാണുള്ളത്. റഷ്യക്കെതിരെ മിസൈലുകളോ വിമാനങ്ങളോ ഡ്രോണുകളോ ഉപയോഗിച്ചുള്ള പ്രകോപനമുണ്ടായാൽ
പകരമായി ഇനി രണ്ടാമതൊന്ന് ആലോചിക്കാതെ ആണവായുധമെന്ന അറ്റകൈ പ്രയോഗം നടത്തുമെന്ന് പുടിൻ വ്യക്തമാക്കിയതിന് തൊട്ടുപിന്നാലെ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിനാണ് റഷ്യ ഇപ്പോൾ മറുപടി നൽകിയത്. നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഉക്രൈൻ നീക്കത്തിന്റെ പ്രധാന തുറുപ്പുചീട്ടായി മാറിയ സ്റ്റോം ഷാഡോയും ആർമി ടെക്നിക്കൽ മിസൈൽ സിസ്റ്റത്തെയും കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. കരയിൽ നിന്ന് 300 കിലോമീറ്റർ വരെ ലക്ഷ്യസ്ഥാനത്ത് തൊടാൻ കഴിയുന്ന ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം. മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നാണ് ഈ അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈൽ വിക്ഷേപിക്കപ്പെടുന്നത്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, വ്യോമതാവളങ്ങൾ എന്നിവയിൽ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രതിരോധ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിനാണ് ATACMS നിർമ്മിക്കുന്നത്. ATACMS മിസൈലിന് സൂപ്പർസോണിക് വേഗതയിൽ 214 കിലോഗ്രാം വാർഹെഡ് വഹിക്കാനാവും. M270 മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നും M142 ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നുമാണ് വിക്ഷേപിക്കാനാകുക. ഓരോ ATACMS മിസൈലിനും ഏകദേശം $1.5 ദശലക്ഷം ചെലവാണുള്ളത്. ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റത്തിന് യുദ്ധപ്രവർത്തനങ്ങൾക്കുള്ള വൈവിധ്യമാർന്ന കഴിവുകളുമുണ്ട്. കൂടാതെ ഇത് 2 വ്യത്യസ്ത തരം വാർഹെഡുകളുമായി സജ്ജീകരിക്കാനും സാധിക്കും. 500 കിലോമീറ്റർ പരിധിയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന വേഗതയേറിയ എന്നാൽ അല്പം കനം കുറഞ്ഞ ആയുധം കൂടിയാണ് ഇത്. പുതിയ തലമുറ ATACMSന് പകരം വയ്ക്കാനായി അമേരിക്കൻ സൈന്യം വികസിപ്പിച്ചിട്ടുള്ളതാണ് ഇത്. ദൂരപരിധി, കൃത്യത, ശ്രദ്ധാപൂർവം നിർദ്ദിഷ്ടമായ ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കാൻ തുടങ്ങിയ ATACMSന്റെ ഗുണങ്ങൾ PRS-Mനും മിസൈലിനും ഉണ്ട്. റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിൽ ചൊവ്വാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് ഉക്രൈൻ ആദ്യമായി ഈ മിസൈലുകൾ ഉപയോഗിച്ചതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. എന്തായാലും യുദ്ധഭീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നാറ്റോ സഖ്യകക്ഷികൾക്കുള്ള മറുപടിയാണ് ഇതൊക്കെ. റഷ്യ ആണവായുധ നയം മാറ്റിയതിന് പിന്നാലെ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. പല നാറ്റോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് യുദ്ധ സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണുണ്ടായത്. യുദ്ധത്തിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ലഘുലേഖകൾ നാറ്റോ അംഗരാജ്യങ്ങൾ പൗരന്മാർക്ക് വിതരണം ചെയ്തതായാണ് വിദേശ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. ആണവയുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭയത്തിനിടയിൽ സ്വീഡൻ തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതരായിരിക്കണമെന്ന് ലഘുലേഖകളിൽ മുന്നറിയിപ്പ് നൽകിയതായി UK മിറർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് 5ാം തവണ മാത്രമാണ് സ്വീഡൻ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ലഘുലേഖ എല്ലാ സ്വീഡിഷ് കുടുംബാംഗങ്ങൾക്കും അയച്ചിട്ടുണ്ട്. യുദ്ധം ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപദേശിക്കുന്ന ലഘുലേഖകൾ നോർവേയും പുറത്തിറക്കി കഴിഞ്ഞു. ആണവ ആക്രമണം ഉൾപ്പെടെ 3 ദിവസത്തെ അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, വെള്ളം, മരുന്നുകൾ എന്നിവ സംഭരിക്കാൻ ഡെൻമാർക്ക് തങ്ങളുടെ പൗരന്മാർക്കയച്ച ഇമെയിൽ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ഫിൻലൻഡും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഉക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. പുതുക്കിയ ആണവ നയരേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൊവ്വാഴ്ച ഒപ്പുവെച്ചു കഴിഞ്ഞു. യുദ്ധം 1000 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിലായിരുന്നു റഷ്യയുടെ ഈ നിർണായക തീരുമാനം വന്നത്. ആണവായുധ ശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവശക്തിയായ മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ റഷ്യയ്ക്കു നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടും. സുപ്രധാനമായ അത്തരം ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട്. റഷ്യൻ മണ്ണിൽ US നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് പുടിൻ പുതിയ നയത്തിൽ ഒപ്പിട്ടത്. ആണവശേഷി ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് കൂടുതൽ അധികാരം നൽകുന്ന നയം US അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ശക്തമായ താക്കീതുകൂടിയാണ്. എന്തൊക്കെയായാലും യുദ്ധഭീതി യൂറോപ്പിനെ ആകെ ബാധിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പുതിയ വാർത്തകളിലൂടെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാം. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.